ഹലോ ഡിയർ ജെ ആസ്പിരൻസ്. ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒറ്റ ഉത്തരവേ ഉണ്ടാവുള്ളൂ. ഇറ്റ്സ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അഥവാ CSE. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഡിഫറെൻറ്റ് NITകളിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ മാർക്കിൻ്റെ ബേസിൽ CS-ന് അഥവാ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ മിനിമം എത്ര മാർക്ക് വേണമായിരുന്നു, ഒപ്പം തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയായിരുന്നു മുതലായിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നേരെ ഡാറ്റയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ മൊത്തം NITകളെ Tier 1, Tier 2, Tier 3 എന്നീ 3 tiers-ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇത് NIRF റാങ്കിങ്ങിൻ്റെ കേസിലാണ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ പ്ലേസ്മെൻറ്റ് അനുബന്ധ കാര്യങ്ങളും കൂടെ നമ്മളിതിന് വേണ്ടിയിട്ട് ആസ്പദമാക്കിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ Tier 1-ൽ നമുക്ക് NIT Trichy, NIT കർണാടക അഥവാ NIT സുരത്കൽ, NIT റൂർക്കേല, വരങ്കൽ, കാലിക്കറ്റ്, നാഗ്പൂർ, ദുർഗാപൂർ, സൂറത്ത്, ജയ്പൂർ, അലഹബാദ് ആൻഡ് കുരുക്ഷേത്ര കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി Tier 2 എടുക്കുകയാണെങ്കിൽ NIT ജലന്ധർ, സിൽച്ചർ, മേഘാലയ, പട്ന, റായ്പൂർ, ശ്രീനഗർ, ഭോപ്പാൽ, അഗർത്തല, ഗോവ, ജംഷഡ്പൂർ, ഒപ്പം തന്നെ NIT ഡൽഹി. Tier 3-ലേക്ക് പോവുകയാണെങ്കിൽ NIT മണിപ്പൂർ, ഹാമിർപൂർ, ഉത്തരാഖണ്ഡ്, പുതുച്ചേരി, ഒപ്പം തന്നെ അരുണാചൽ പ്രദേശ്, സിക്കിം, മിസോറാം, നാഗാലാൻഡ്, ആന്ധ്രാപ്രദേശ്, ഷിവ്പൂർ. സോ ഇതാണ് കാറ്റഗറി. ഇനി നമ്മൾ NITയുടെ റിസർവേഷൻ പോളിസിയും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. സോ മൊത്തം സീറ്റിൻ്റെ 50% സീറ്റ് ഹോം സ്റ്റേറ്റ് കോട്ടയ്ക്ക് അനുവദിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ NIT കാലിക്കറ്റിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മൊത്തം സീറ്റിൻ്റെ 50% സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കിയുള്ള 50% സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതർ സ്റ്റേറ്റ് കോട്ടയാണ്. ഓക്കെ, സോ അങ്ങനെയാണ് 50-50 വന്നിട്ടുള്ളത്. ഇനി കാറ്റഗറി വൈസിലേക്ക് നോക്കുകയാണെങ്കിൽ EWS കാറ്റഗറിക്കാർക്ക് 10% മൊത്തം സീറ്റിന് റിസർവേഷൻ ഉണ്ട്. അത് OBC NCL ആകുമ്പോൾ 27%, SC കാറ്റഗറിക്ക് 15%, ST കാറ്റഗറിക്ക് 7.5%. ഇനി PWD കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതൊരു കാറ്റഗറിയുടെയും മൊത്തം സീറ്റിൻ്റെ 5% സീറ്റ് PWDക്ക് വേണ്ടിയിട്ട് അതവിടെ റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അത് ജനറലോ അല്ലെങ്കിൽ EWS അങ്ങനെ ഏതൊരു കാറ്റഗറി എടുത്തിട്ടുണ്ടെങ്കിലും മൊത്തം സീറ്റിൻ്റെ 5% PWDക്ക് വേണ്ടി. ഇനി NITയിൽ നിങ്ങൾ ഒരു ബ്രാഞ്ചിൽ കയറി ആ ഒരു ബ്രാഞ്ചിൽ മിനിമം 20% പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സംവരണം ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഒരു ബ്രാഞ്ചിൽ 20% പെൺകുട്ടികൾ വന്നിട്ടില്ലെങ്കിൽ ആ ഒരു NITക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ സീറ്റ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് 20% ക്രൈറ്റീരിയയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് മൊത്തത്തിൽ റിസർവേഷൻ പോളിസി. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം നമ്മൾ ജനറൽ കാറ്റഗറീൻ്റെ കട്ട് ഓഫ് ആണ് നോക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് കാറ്റഗറി വൈസ് കട്ട് ഓഫ് നോക്കാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ NIT Trichyയിൽ കഴിഞ്ഞ വർഷം പോയിട്ടുള്ള അതർ സ്റ്റേറ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത് അത് 1224 സോ അതിന് വേണ്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 250 മാർക്കാണ്. ഒപ്പം തന്നെ ശ്രദ്ധിക്കുക അതിൻ്റെ പെർസെൻറ്റേജ് വന്നിട്ടുള്ള 99.9% സോ ഹോം സ്റ്റേറ്റ് കോട്ടയെ കുറിച്ച് ഇപ്പം നമ്മൾ നോക്കേണ്ടതില്ല, നമുക്ക് കാലിക്കറ്റിനെ മാത്രം നോക്കിയാൽ മതി. അടുത്തത് NIT കർണാടക അഥവാ NIT സുരത്കൽ 1615 അതർ സ്റ്റേറ്റ് റാങ്കിൽ ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത് ജനറൽ കാറ്റഗറിയിൽ. അതിൻ്റെ മാർക്ക് വന്നിട്ടുള്ളത് 250, 99.9%. വരങ്കൽ എടുക്കുകയാണെങ്കിൽ 2186 ലാസ്റ്റ് റാങ്ക് ആൻഡ് മാർക്ക് വേണ്ടത് 250, 99.9%. റൂർക്കേലയാണെങ്കിൽ 2940 പോയിട്ടുണ്ട്, 235 മാർക്ക് മതി ആൻഡ് 99.8%. NIT അലഹബാദ് എടുത്തു നോക്കുകയാണെങ്കിൽ 4191 വരെ പോയിട്ടുണ്ട്, 235 മാർക്ക്, 99.8%. NIT കാലിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതർ സ്റ്റേറ്റ് കോട്ട പ്രകാരം നിങ്ങൾക്ക് 4482 വരെ റാങ്ക് ഉണ്ടെങ്കിൽ NIT കാലിക്കറ്റിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് കമ്പ്യൂട്ടർ സയൻസിൽ. ഇനി ഹോം സ്റ്റേറ്റ് കോട്ട എടുത്ത് നോക്കുകയാണെങ്കിൽ 9271 റാങ്ക് വരെയുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഹോം സ്റ്റേറ്റ് കോട്ട മുഖാന്തരം നിങ്ങൾക്ക് NIT കാലിക്കറ്റിൽ കഴിഞ്ഞ വർഷത്തെ റാങ്കിൻ്റെ ബേസിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്, 99.7%. NIT ജയ്പൂർ എടുക്കുകയാണെങ്കിൽ 4711. ഓക്കെ, അതിന് വേണ്ടിയിട്ട് 223 മാർക്ക് ആൻഡ് 99.7% ആവശ്യമായിട്ടുണ്ട്. NIT നാഗ്പൂർ ആണെങ്കിൽ 5795, 99.6%. NIT സുരത്ത് ആണെങ്കിൽ 7113, 99.5%. NIT ഡൽഹി 8018, 99.5%. NIT കുരുക്ഷേത്ര 6000, 99.6%. ഒപ്പം തന്നെ NIT ദുർഗാപൂർ 8765, 99.4%. സോ ഇനി Tier 2 ആൻഡ് Tier 3-ലെ ബാക്കി നമുക്കൊന്ന് നോക്കി നോക്കാം, ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടേക്കാം. NIT ഭോപ്പാൽ നിങ്ങൾക്ക് കിട്ടണമായിരുന്നെങ്കിൽ അതർ സ്റ്റേറ്റ് റാങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമായിരുന്നു, 8830 വേണമായിരുന്നു. സോ അതിന് വേണ്ട പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 99.4. ജംഷഡ്പൂർ ആണെങ്കിൽ അത് 7944, അതിന് വേണ്ട പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ
99.5 ആണ്. NIT ജലന്ധർ ആണെങ്കിൽ അത് 10,000-ലേക്ക് കടന്നിട്ടുണ്ട്. 10,957 ആണ്, 99.3%. ഇനി സിൽച്ചർ ആകുമ്പോൾ 11,930, 99.2%. NIT ഹാമിർപൂർ എടുക്കുകയാണെങ്കിൽ 12,236, അതിന് വേണ്ട പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 99.2%. NIT റായ്പൂർ എടുക്കുകയാണെങ്കിൽ 13,117, 99.1%. NIT ഗോവ 12,511, സോ അതിന് വേണ്ടിയിട്ടുള്ളത് 99.1%. NIT പാട്ന 14,442, അതിന് വേണ്ട പെർസെൻറ്റേജ് പറഞ്ഞാൽ 99. സോ ബാക്കിയുള്ളതും കൂടെ ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾക്കൊന്ന് ഓടിച്ച് വിട്ട് നോക്കാം. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ NIT മിസോറാമിലാണ് 33,181 ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, NIT മിസോറാമിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യമാവുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ. അതിന് വേണ്ട പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 97.7% ഓക്കെ. സോ NIT നാഗാലാൻഡ്, NIT മണിപ്പൂർ, സോ നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റ് NITസിന് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, എല്ലാവരും ഇവിടെ ഉണ്ട്. സോ ഇതാണ് മൊത്തത്തിലുള്ള ജനറൽ കാറ്റഗറിയിൽ നമുക്കൊരു ഡാറ്റ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് കാറ്റഗറി വൈസ് കട്ട് ഓഫിലേക്ക് പോയി നോക്കാം. EWS എടുത്ത് നോക്കാം. സോ അതർ സ്റ്റേറ്റ് കോട്ടയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ NIT തൃച്ചിയിൽ 201 പോയിട്ടുണ്ട്. അതായത് മൊത്തം EWS കാറ്റഗറിയിൽ റാങ്ക് വൈസിലാണ് ഈ 201 വന്നിട്ടുള്ളത്. സോ ലാസ്റ്റ് പോയിട്ടുള്ള റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് NIT തൃച്ചിയിൽ 201 ആണ്. എന്നാൽ NIT സുരത്കലിനാകുമ്പോൾ അത് 309 വരെ പോയിട്ടുണ്ട്. വാറങ്കലിലാണെങ്കിൽ 329, റൂർക്കേല 454, കാലിക്കറ്റ് 645, അലഹാബാദ് 709, ജയ്പൂർ 736, നാഗ്പൂർ 813, കുരുക്ഷേത്ര 942, NIT സൂരത്ത് 1079, ജംഷഡ്പൂർ 1147. ബാക്കി ഇതേപോലെ പോകുന്നുണ്ട്. ഓക്കെ. ആൻഡ് അതിൽ ലാസ്റ്റ് വന്നിട്ടുള്ള ആളെന്ന് പറഞ്ഞിട്ടുള്ളത് NIT മിസോറാമാണ്. 5,469 EWS കാറ്റഗറിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓൾ ഇന്ത്യ റാങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ പറ്റുന്നതാണ് നിങ്ങളൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരാളാണെങ്കിൽ. സോ ഇതാണ് മൊത്തത്തിൽ EWS അതർ സ്റ്റേറ്റ് കോട്ടയുടെ ബേസിൽ. ഇനി നമ്മൾ HS എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കേണ്ടത് NIT കാലിക്കറ്റ് ആണ്. സോ NIT കാലിക്കറ്റ് 20,059 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹോം സ്റ്റേറ്റ് കോട്ടയിൽ EWSന് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഓക്കെ. സോ ഇതാണ് മൊത്തത്തിൽ ഹോം സ്റ്റേറ്റ് കോട്ട EWS കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത കാറ്റഗറി നോക്കാം, OBC NCL. സോ NIT തൃച്ചി എടുക്കുകയാണെങ്കിൽ അത് 369 വരെയാണ് പോയിട്ടുള്ളത്. NIT സുരത്കലാണെങ്കിൽ 532, വാറങ്കലാണെങ്കിൽ 679, റൂർക്കേലയാണെങ്കിൽ 1081, NIT കാലിക്കറ്റ് 1457, അലഹബാദ് ആണെങ്കിൽ 1605, ജയ്പൂർ 1781, നാഗ്പൂർ 2049, കുരുക്ഷേത്ര 2281, ജംഷഡ്പൂർ 2879, സുരത് 2911. ബാക്കിയുള്ള ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. അതിൽ തന്നെ ലാസ്റ്റ് വന്നിട്ടുള്ളത് NIT മിസോറാമാണ്. 11,783 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, OBC NCL മൊത്തം കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് 11,783 ഉണ്ടെങ്കിൽ NIT മിസോറാമിൽ അഡ്മിഷൻ സാധ്യമാവുന്നതാണ് കമ്പ്യൂട്ടർ സയൻസിന്. ഹോം സ്റ്റേറ്റ് കോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് NIT കാലിക്കറ്റിൽ 3,220 വരെ പോയിട്ടുണ്ട് OBC റാങ്കിൽ CS. ഓക്കെ. സോ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് SC കാറ്റഗറിയാണ്. അതർ സ്റ്റേറ്റ് കോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ NIT തൃച്ചി മൊത്തം SC റാങ്കിൻ്റെ 204 വരെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, NIT തൃച്ചിയിൽ അഡ്മിഷൻ പോസിബിൾ ആയിരുന്നു CS-ന്. സോ 204, സുരത്കൽ 324, വാറങ്കൽ 409, റൂർക്കേല 523, കാലിക്കറ്റ് 843, ജയ്പൂർ 1015, അലഹബാദ് 1072, കുരുക്ഷേത്ര 1479, ഡൽഹി 1584, നാഗ്പൂർ 1610, ജംഷഡ്പൂർ 1784. സോ ബാക്കി ഉള്ള ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ളത് അഗെയിൻ NIT മിസോറാമാണ്. 5,269 നിങ്ങൾക്ക് കാറ്റഗറിയിൽ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, NIT മിസോറാമിലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യമാവുന്നതാണ്. ഹോം സ്റ്റേറ്റ് കോഡ് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് NIT കാലിക്കറ്റിന് നോക്കിയാൽ മതി. സോ അത് 3,043 ആണ്. SC കാറ്റഗറിയിൽ നിങ്ങൾക്ക് മൊത്തം റാങ്കിൽ നിങ്ങൾക്ക് 3,043, അതിനുള്ളിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, കഴിഞ്ഞ വർഷത്തെ റാങ്ക് പ്രകാരം NIT കാലിക്കറ്റിൽ അഡ്മിഷൻ പോസിബിൾ ആവുന്നതാണ്. ബാക്കി ഡാറ്റ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ST കാറ്റഗറി അതർ സ്റ്റേറ്റ് കോഡ് എടുത്തു നോക്കുകയാണെങ്കിൽ NIT തൃച്ചി 123, NIT കർണാടക 153, വാറങ്കൽ 201, റൂർക്കേല 202, കാലിക്കറ്റ് 269, നാഗ്പൂർ 376, അലഹബാദ് 428, ജയ്പൂർ 433, ഡൽഹി 443, ദുർഗാപൂർ 458, കുരുക്ഷേത്ര 515. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്.
അതിൽ ഏറ്റവും ലീസ്റ്റ് വന്നിട്ടുള്ളത് അഗെയിൻ NIT മിസോറാം ആണ്. 1943 വരെ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് NIT മിസോറാമിൽ CS അഡ്മിഷൻ പോസിബിൾ ആവുന്നതാണ് ST കാറ്റഗറി. ഹോം സ്റ്റേറ്റ് കോട്ട് കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് NIT കാലിക്കറ്റിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 4056 വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ST കാറ്റഗറിയിൽ ഹോം സ്റ്റേറ്റ് കോട്ടയിൽ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ പ്രകാരം NIT കാലിക്കറ്റിൽ അഡ്മിഷൻ പോസിബിൾ ആവുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ ഡാറ്റയുടെ ബേസിസിൽ മാത്രമാണ് നമ്മൾ ഈ അനാലിസിസ് നടത്തിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടാൻ എത്രത്തോളം പെർസെൻറ്റേജ് അഥവാ മാർക്ക് വേണം നിങ്ങൾക്ക് CSEയിൽ അഡ്മിഷൻ ലഭിക്കാൻ എന്നതിനെ ആസ്പദമാക്കിയിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.